ആവുന്നുണ്ട്. ബേബി ഗേൾ എന്നുള്ളൊരു ഫുൾ ഫോക്കസും ആ കുട്ടിക്ക് തന്നെയാണ്. നിവിൻ നന്നായി ചെയ്തിട്ടുണ്ട്. നിവിൻ മാത്രമല്ല, എല്ലാവരും. ആ എഡിറ്ററായിട്ടുള്ള പുള്ളിയാണല്ലോ, പുള്ളിയും പിന്നെ ഹീറോയിനായിട്ടുള്ള എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ആ ഹിറ്റ് തന്നെ. അതെ, ബേബികൾ നല്ല അടിപൊളി പടമാണ്. എല്ലാവർക്കും ഇഷ്ടമായി. ഭയങ്കര അടിപൊളി പടമാണ്. നല്ല ഇന്റൻസ് ആയിട്ടുള്ള മൂവിയാണ്. എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര ഭംഗിയാണ്. ഫാമിലി യൂത്ത് എല്ലാവർക്കും വർക്കാവും. അവിടെ ഞങ്ങളൊരു മിക്സഡ് ക്രൗഡാണല്ലോ എന്തായാലും അകത്തുണ്ടായിരുന്നത്. അവിടെ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമായി. എല്ലാവരും കരയുന്നുണ്ടായിരുന്നു പടം കണ്ടിട്ട്. ഇമോഷണലി ഭയങ്കരമായിട്ട് ഗ്രിപ്പ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഫീൽ ചെയ്യും. ഭയങ്കര കണക്റ്റഡ് ആവും. ഒന്നും പറയാനില്ല, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും ചെറിയ റോളാണെങ്കിലും വലിയ റോളാണെങ്കിലും എല്ലാവരും അവരുടെ ക്യാരക്ടർ. നല്ലൊരു ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റ് ഉപകരണമാണ്. ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. ക്ലൈമാക്സ് കുറച്ച് ഡിഫൻസിലുണ്ട്. ഇത് സെൻട്രൽ ക്യാരക്ടർ ബേബി ഗേൾ തന്നെയാണ്. പിന്നെ നിവിൻ പോളിയുടെ പെർഫോമൻസ് ആണ് ഒരു സാധാരണക്കാര കഥാപാത്രം, പഴയ ലാലേട്ടൻ സ്റ്റൈൽ ബോയ് നെക്സ്റ്റ് ഡോർ. പിന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ലിജോ മോളുടെ സംഗീതത്തിൻ്റെയാണ്. ഡയറക്ഷൻ സൂപ്പർബാണ്. സർവമായ പോലെ വലിയൊരു ഹിറ്റാവാൻ സാധ്യതയുണ്ട്. ട്രാഫിക് പോലെയാണ്, പക്ഷേ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. സാധാരണ ഇപ്പോഴത്തെ മൂവീസിൻ്റെ ഇമോഷൻസ് കുറവാണ്. അത് നന്നായി കാണിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ നല്ല രസമുണ്ട്. ആ കുട്ടികളാണ് എല്ലാം കൊണ്ട് ഒരുപാട്. ഞാൻ ട്രെയിലറിൽ എനിക്ക് പ്രതീക്ഷിച്ചു അതേപോലെ വന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാം. പടം ഫാമിലിക്ക് യൂത്തിന് എല്ലാം ഇഷ്ടപ്പെട്ടു. യാതൊരു വൾഗാരിറ്റി വയലൻസ് അങ്ങനൊന്നുമില്ല. എന്നാലും വലിയൊരു ഹിറ്റാൻ സാധ്യതയുണ്ട്. എനിക്ക് സർവ്വമായിക്കാട്ട് ഇഷ്ടപ്പെട്ട ഈ പടമാണ്. നിവിൻ പോളി തുടർച്ചയായ ഒരു ഹിറ്റായി. പക്ഷേ എല്ലാം എടുത്തു പറയാൻ പെർഫോമൻസ് ലിജോ മോളും സംഗീതമാണ്. രണ്ടുപേരും താർത്തുണ്ട്. കോമഡി നന്നായി ചെയ്തിട്ടുണ്ട്. സംഗീതം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് റോളാണ്. ലിജോ മോള് നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ല പടമാണ്. സർവ്വമായിക്കാട്ട് വലിയ ഹിറ്റാൻ സാധ്യതയുണ്ട്. യൂത്തിനും ഫാമിലിക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല പടം, നല്ല ത്രില്ലറാണ്. ഇഷ്ടമായി. ഹിറ്റാവും. നല്ല ത്രില്ലറാണ്. ബോബി സഞ്ജയ് നല്ല സ്ക്രിപ്റ്റാണ്. പിന്നെ ഫസ്റ്റ് സീൻ തൊട്ട് തന്നെ കഥയിലോട്ടാണ്. അങ്ങനെ അനാവശ്യ സീനുകളൊന്നും എല്ലാം കൊള്ളാം. നല്ലത് എല്ലാം ടെക്നിക്കൽ സൈഡാണെങ്കിലും കൊള്ളാം. സംഗീത പ്രതാപ് ലിജോ മോള് നല്ലൊരു ഉഗ്ര അഭിനയമാണ്. ബേബി ഗേളാണ് അതിനകത്ത് നായിക. അങ്ങനെയാണ് പടം. അമ്മത്തൊട്ടിൽ കൊണ്ടുവരുന്ന കളയുന്ന മക്കള്, അതൊക്കെ നമ്മൾ എവിടെയൊക്കെ ആയിട്ട കഥകൾ പോലൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതിപ്പോഴും റിയൽ ലൈഫിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഉപേക്ഷിക്കുന്ന അമ്മമാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് കാണുക, യുവാക്കൾ കാണുക, ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കാണുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വഴിതെറ്റുന്നത്. നമ്മളെ വഴിതെറ്റിക്കാൻ ഒരു സമൂഹം നമ്മുടെ പിന്നിലുണ്ട്. തിരിച്ചറിയുക. ഇതൊരു സിനിമ നിങ്ങളുടെ തിരിച്ചറിവിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടിപൊളി സിനിമ നിങ്ങൾ വന്ന് ധൈര്യമായിട്ട്. സിനിമ നന്നായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. അതെ തീർച്ചയായിട്ടും. അല്ല, ഇതിന് ഈ സിനിമയുടെ ശരിക്കും ബേസിക്കലി ഇതിൻ്റെ ഒരു തിരക്കഥയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. അതിനുപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന സംവിധാനവും അഭിനയ പ്രാധാന്യവും ഉള്ള സിനിമയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ നല്ല റിപ്പോർട്ടുകൾ സിനിമയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ചെറിയ ക്യാൻവാസിൽ വന്നൊരു സിനിമയാണ്. ഒരു ദിവസത്തെ ഒരു കഥ പറയുന്ന ഒരു സിനിമ. അതിന് ഇപ്പോൾ കിട്ടുന്ന സ്വീകാര്യതയേക്കാൾ ഉപരി ഇനി വരും ദിവസങ്ങളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നല്ല അഭിപ്രായമാണ്.